വിധിയോട് പടവെട്ടി നിറക്കൂട്ടിന്റെ ലോകത്ത് അജയ്യനായി ജയൻ. വിധി തളർത്തിയ ശരീരത്തോട് പടവെട്ടി സപ്തവർണ്ണങ്ങളുടെ ലോകത്ത് അജയ്യനായി ജയൻ. കൈകാലുകൾ തളർന്ന് സാധാരണ ജീവിതം ബുദ്ധിമുട്ടിലായ 42-കാരനായ ജയൻ ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി അഭയഭവനിൽ ചിത്രങ്ങൾ വരച്ച് തന്റെ വൈകല്യം മറന്ന് വിധിയെ തോൽപ്പിക്കുന്നു. ഒരു ചെറിയ കടലാസും പേനയും ലഭിച്ചാൽ ജയൻ വരച്ചു തുടങ്ങും. ഭക്ഷണം കഴിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങൾക്കും ജയന് പരസഹായം വേണം. കട്ടിലിൽ ചുരുണ്ടുകിടന്ന് ജയൻ വരച്ച ചിത്രങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം, ഭഗവാൻ കൃഷ്ണൻ, പറക്കുന്ന പക്ഷികൾ, സഞ്ചരിക്കുന്ന കാളവണ്ടികൾ എന്നു തുടങ്ങി ചുറ്റുമുള്ളതെന്തും ഭാവനയിൽ നിന്ന് ജയന്റെ ചിത്രങ്ങളായി മാറും. കോട്ടയം ജില്ലയിലെ കുമരകം പറമ്പത്ത് സോമസുന്ദരം പിള്ളയുടെയും കമലാക്ഷിയമ്മയുടെയും മകനാണ് ജയൻ. 1994 പൊറത്തിശ്ശേരി അഭയഭവനിൽ എത്തിയത്. ഇവിടുത്തെ പരിചരണവും പ്രോത്സാഹനവും ജയന്റെ കഴിവുകളെ കൂടുതൽ വളർത്തി. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ വരയ്ക്കാനുള്ള പ്രോത്സാഹനം നന്നായിട്ടൊക്കെ വരയ്ക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. പിന്നെ എൻ്റെ വീട് ഉഴവൂര് അടുത്താണ്. മുൻരാറ്റോറിയായിരുന്നാണ് എൻ്റെ അടുത്ത സ്ഥലമാണ്. എൻ്റെ വീട് പൂരപ്പറമ്പെന്നാണ് വീട്ടിൻ്റെ. അമ്മയുടെ പേര് കമലാക്ഷിയമ്മ, അച്ഛൻ്റെ പേര് സോമസുന്ദരപിള്ള. എനിക്കൊരു ചേച്ചിയുണ്ട്. ഞാനിവിടെ വന്നിട്ടിപ്പം 14 വർഷമായി. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാതെ കിടപ്പിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്.